ഗോഡിന്റെ ഇന്നത്തെ കഥ ഒരു അനാഥാലയത്തിന് വേണ്ടിയുള്ള പണപ്പിരിവിനായി 2 സ്ത്രീകൾ ഒരു വീട്ടിലെത്തുന്നതാണ്. ഓ മൈ ഗോഡ് ആർട്ടിസ്റ്റും അനാഥാലയം വളരെ നല്ല രീതിയിൽ നടത്തുന്നു എന്ന് അവകാശപ്പെട്ട് മറ്റൊരു സ്ത്രീയുമാണ് പിരിവുകാരായി എത്തിയിരിക്കുന്നത്. തുടർന്നുള്ള നിമിഷങ്ങളിൽ സംഭവിക്കുന്ന രസമുള്ള പ്രാങ്ക് കുരുക്കൾ എങ്ങനെയാണെന്നും എന്താണെന്നും അറിയാം, കാണാം. ഞാനാണ് വിളിച്ചത്. ഇതല്ലേ ശാരി? അപ്പം പറഞ്ഞായിരുന്നോ കാര്യം? പറഞ്ഞെങ്കിലും ഒന്നുകൂടെ അത് വേറൊന്നുമില്ല. നേരത്തെ ഒരു ഓൾഡ് ഏജ് ഹോം ഒരാൾക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ മാഡം അപ്പൊ ഇപ്പൊ എബ്രോഡിലോട്ട് പോയി. അത് നമ്മൾ ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് പോകാൻ പറ്റില്ല, ഞാൻ ഇതിന്റെ കോർഡിനേറ്ററാണ്. അപ്പം ഓണർ എന്നുള്ള നിലയിൽ ഒരാൾ വന്ന് സംസാരിച്ചാൽ നമുക്ക് അവർക്കൊരു സഹായം നമ്മളെ കൊണ്ടായ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് വലിയ ഛേദമില്ലാത്ത സഹായമല്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റിയ കൊള്ളാം. അപ്പൊ എന്റെ കൂടെ ഒന്ന് വരികയാണെങ്കിൽ, ഇപ്പൊ ഇവിടെ ഒരു മാഡം അമേരിക്കയിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം ആ മാഡത്തിനെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ നമ്മൾ 13 വർഷം കൊണ്ട് ചാരിറ്റി നടത്തുന്നുണ്ട്. അപ്പൊ അതിലേക്ക് ഉള്ള ആൾക്കാരെ കണ്ടെത്തി അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഫണ്ട് കണ്ടെത്തുന്നു, കളക്ട് ചെയ്യുന്നതാണ്. ഓക്കെ. ഇപ്പൊ ഇത് എവിടെ, ഒത്തിരി സ്ഥലത്തുണ്ടോ അതോ എല്ലാ ജില്ലയിലും ഉണ്ടോ, എങ്ങനെയാണ്? അത് ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പിന്നെ അതിന്റെ സബായിട്ട് എടുത്ത് ചെയ്യുന്നത്. മാം ഇപ്പൊ എത്ര വർഷമായിട്ട് 10 വർഷമായിട്ട് ഈ ഇതിൽ ചാറ്റിൽ ഈ ചാറ്റ് തന്നെയാണോ? ഓക്കെ. എന്താ ചാരിറ്റി, ഇത് എന്താ നെയിം ചാറ്റിയുടെ? വയോധിക നിവാസം. ഓക്കെ ഓക്കെ. അങ്ങനെ മാഡം എന്താ ഇതിന്റെ? ഞാനിതിന്റെ കോർഡിനേറ്ററാണ്. ഞാൻ വിളിച്ചപ്പോൾ അതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതിന്റെ കോർഡിനേറ്ററാണ്. അപ്പം മാമാണോ ഇതിന്റെ ഫണ്ട് എല്ലാം കളക്ട് ചെയ്തൊക്കെ ഇതാക്കുന്നത്? എത്ര പേരുണ്ട് ഇവിടെ കൈതമുക്കില്? 6 പേര്. വേറെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ മാം? ഇല്ല, ഇത് തന്നെയാണ് ചാരിറ്റി, ഫുള്ള് ചാരിറ്റി തന്നെയാണ് ചെയ്യുന്നത്. അതൊരു നന്മയാണ് കേട്ടോ. ഇതായിട്ട് ടോക്കണായിട്ട് തരാൻ ഇപ്പം തരണോ? ഇന്ന് തന്നാലല്ല മാഡം പറഞ്ഞു. ഇങ്ങനെ ഇപ്പം ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞാൽ ഫണ്ട്, കുറച്ച് ഫണ്ട് നിങ്ങൾക്കിപ്പോൾ 5ന്റെ ആവശ്യമല്ലേ ഉള്ളൂ? മാഡത്തിന്റെ ഇഷ്ടമാണ്. അല്ല, അതാ ഞാൻ ചോദിച്ചത്. വേറെ എന്തെങ്കിലും മെയിൻ്റെനൻസോ കാര്യങ്ങളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു കാൽക്കുലേഷൻ മാഡം ആരോടും പറയാറില്ല. അത് പറയുവാണെന്നുണ്ടെങ്കിൽ അത് മതിയായിരിക്കും. അവർക്ക് ഫുഡൊക്കെ നന്നായിട്ടല്ലേ കൊടുക്കുന്നേ? ഫുഡൊക്കെ എങ്ങനെയാ? ഫുഡിന്റെ മെനു ഒക്കെ എങ്ങനെയാ? രാവിലെ ഷുഗർ പ്രഷറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ മെഡിസിൻ കൊടുത്തതിന് ശേഷം അവർക്ക് നൈസായിട്ടുള്ള ആഹാരം കൊടുക്കുന്നു. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം, അതായത് പച്ചക്കറി. പിന്നെ ആഴ്ചയിൽ 2 ദിവസം ചിക്കന് അല്ലെങ്കിൽ ബീഫ്, ഇതിൽ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കും. നൈറ്റ് ചപ്പാത്തി ആയിരിക്കും. എല്ലാ ദിവസവും ചപ്പാത്തിയാണോ? അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിൽ അങ്ങോട്ടൊന്ന് പോയിട്ട് ഫണ്ടും കളക്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് പോവാം. ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും? ഇവിടെ കിടന്ന് വിളിയോട് വിളിയായിരുന്നു. കൊടുക്കാനാണല്ലോ, അതാണ്ട് ഭക്ഷണം എടുത്ത് കഴിക്കുക. അവിടെ നിന്ന് സാറ് പറഞ്ഞു ചോദിച്ചു, ഇവിടെ ഇപ്പൊ ഒന്നും കൊടുക്കാറില്ല, വയ്ക്കാറുമില്ല, ഒന്നുമില്ലേ?
ഒരു വക ഒന്നും കൊടുക്കാറില്ലേ? ഓ അല്ല കൊടുക്കാറുണ്ടല്ലോ മാഡം. സാറ് ഉച്ചയ്ക്ക് അവിടെ പോകുമ്പോ ഈ വിളി കേട്ടോണ്ട് എന്നെ ഒരു വാങ്ങിച്ചു തന്നയച്ചത്. മാഡം കൊടുക്കാറുണ്ടോ? പിന്നെ എന്താണ് ഇവരെല്ലാം ഫുഡ് കണ്ടിട്ടില്ലാത്ത? ഇവിടെ ഭയങ്കര പ്രശ്നമാണോ? ഇതിനകത്ത് മേഡം ഇതിനകത്ത് ഒന്നും ഈ പാവങ്ങൾ കിടന്ന് ഉച്ചോട്ട് ഒരു 11 മണിക്ക് കിടന്ന് വല്ലോം താ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നു. ആരോ നമുക്കിത് അറിയേണ്ടതില്ല. പക്ഷേ ഇതൊക്കെ തൊട്ടപ്പുറത്ത് താണ്ട ഇത്രയും പേര് 10-15 പയ്യന്മാർ വർക്ക് ചെയ്യുന്ന സ്ഥാപനമാണ്. അവിടെ ഒന്നും കൊണ്ട് അവർ എത്രയെന്ന് പറഞ്ഞു ഇന്നാൾ ദോശ വാങ്ങിച്ച ആ പയ്യൻ അഖിലെന്ന് പറഞ്ഞ പയ്യൻ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയി. ഇല്ലെങ്കിൽ ഈ സ്ഥാപനം ഒരു പൂട്ടണം. ഇല്ല മാഡം കറക്റ്റ് ആയിട്ട് മേഡം അല്ല എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ കറക്റ്റ് ഫുഡ് കൊടുക്കുന്ന ഇപ്പൊ ടീ സ്നാക്സിന്റെ ടൈം ഒന്നല്ലേ? കംപ്ലൈന്റ് പറയാൻ അറിയാത്തോണ്ടല്ല. നന്ദിയുണ്ട് സാറേ, സാറിന് നന്ദിയുണ്ട്. അല്ല നിങ്ങൾക്ക് ഫുഡൊന്നും അപ്പൊ ഇവിടെ കിട്ടാറില്ല? അയ്യോ ഒരു വകയും കിട്ടാറില്ല മേഡം. എന്താണ് ഇതൊക്കെ? നിങ്ങൾ ഇതിനാണോ ഫണ്ട് കളക്ട് ചെയ്യുന്നത്? നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചതല്ലേ? 3 വർഷം വാങ്ങിച്ചു തന്ന വെള്ളമാണിത്. വെള്ളം കുടിച്ചിട്ടുണ്ട്. സാമദ്രോഹി ഞാൻ നമ്മളെ ഇവിടെ കൊണ്ടുവിട്ടല്ലേ? ദ്രോഹി അല്ലേ ദ്രോഹി? ഇതിനേക്കാളും ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കിയത് ഞങ്ങൾ എങ്ങനെയും ജീവിച്ചു പോയേ. അയ്യോ ഞങ്ങളെ ഈ ഇവിടെ വൃദ്ധസാധനമൊന്നും പറഞ്ഞ് ഇത് ഞങ്ങളെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കണേ ദ്രോഹി. നിങ്ങൾ ഇതിന്റെ ആൻസർ തരണം കേട്ടോ. എന്റെ ഇപ്പൊ എത്ര രൂപ ഇപ്പൊ എമൗണ്ട് ഇപ്പൊ കൊണ്ടുവരുന്നു. ഞാൻ തന്നിരുന്നെങ്കിലോ? ഞാൻ വന്നില്ലായിരുന്നെങ്കിലോ? നിങ്ങൾ കാണുമായിരുന്നോ? ഞാൻ നിങ്ങൾക്ക് ഫണ്ട് തന്നോണ്ടിരിക്കത്തില്ലായിരുന്നോ? ഇതാണ് നിങ്ങളെ ഓണർ. നിങ്ങളുടെ കാര്യങ്ങൾ 10 വർഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളും ഒരുപാട് സ്ഥലത്തുനിന്ന് ഫണ്ട് മേടിച്ചിട്ടുള്ള ആളുമാണ്. സാമദ്രോഹി. അപ്പൊ നിങ്ങളുടെ ഒരു കാര്യം നോക്കുന്നത് നിങ്ങൾക്ക് കറക്റ്റ് ഫുഡും ട്രീറ്റ്മെന്റും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് തരുന്നു എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത്. എന്റെ വീട്ടില് അമ്മ മക്കളൊന്നുമില്ലേ? അച്ഛനൊന്നുമില്ലേ നിനക്ക്? ഞങ്ങളെ പാവങ്ങളെ വെച്ച് പൈസ വാങ്ങിച്ച് ഇത്രയും വരെയോ വീട്ടിൽ കൊണ്ട് ഇട്ടിട്ട് ആഹാരം മാറ്റുന്നുണ്ട്. വെള്ളം എന്താണ് പറ. വെള്ളം മാറ്റരുത്. വെള്ളം ഞാൻ ചോദിക്കട്ടെ, പറ എന്താണിത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ഫണ്ട് ഇതാക്കുന്നത്? ഇതിന് എനിക്ക് ആൻസർ തന്നേ പറ്റത്തുള്ളൂ. അവിടെ വെച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ സംസാരിച്ചത്. പറയും. പേഴ്സണലി പറയാം. പേഴ്സണലി പറയാന്നില്ല. പേഴ്സണലി ഒന്നും എനിക്ക് ഒന്നും കേൾക്കണ്ട. ഇവിടെ വെച്ച് പറയാൻ പറ്റുന്ന കാര്യം എനിക്ക് കാര്യം ഞാൻ പേഴ്സണലി അല്ല, നിങ്ങൾക്ക് പേഴ്സണലായിട്ട് പൈസ തരാന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനല്ലേ, ഞാൻ ഇതുവരെ അങ്ങനെ ഒരു നീചമായ പ്രവൃത്തി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ ഈ ചെയ്ത നീചമായ പ്രവൃത്തിയല്ലേ? നിങ്ങളല്ലേ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. നിങ്ങൾ ഒരുപാട് എനിക്ക് സത്യാവസ്ഥ കണ്ടിട്ട് എനിക്ക് എന്ത് എനിക്ക് ഫീലിംഗ് അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ചാരിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഓണർ ഇവരെ നോക്കിക്കൊണ്ടിരുന്നതാണ്. ഇവിടുന്ന് മാറിപ്പോയതിനു ശേഷം 10 വർഷമായിട്ട് മാഡം തന്നെയാണ് ഇത് നോക്കുന്നത്. അപ്പൊ അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ത് വിശ്വസിക്കുന്നില്ല? 10 വർഷമായിട്ട് നിങ്ങൾ നടത്തുമെന്നുള്ളത് എനിക്കറിയില്ല. മാഡം നടത്തുന്നതല്ലേ മാഡം? ഇത്രയും ലക്ഷണങ്ങൾ കണ്ടനൊക്കെ എങ്ങനെ നിൽക്കും? പറഞ്ഞതല്ലേ എൻ്റെ അടുത്ത്. എന്നിട്ട് ഇപ്പൊ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇത് ഞാൻ കാണുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചില്ലേ? നിങ്ങൾ ഇങ്ങനെ മൗനമായിട്ടിരുന്ന കാര്യങ്ങൾ നടക്കുമോ? എത്ര ലക്ഷം രൂപ നിങ്ങൾ തട്ടിയെടുത്തു? നമ്മളെ വിറ്റ് പൈസ ഉണ്ടാക്കിയല്ലേ? നമ്മളെ വിറ്റ് ഈ പാവങ്ങളെ വിറ്റ് പൈസ ഉണ്ടാക്കിയല്ലേ? മാഡം ഒരു കാര്യം ചെയ്യ്, പോലീസിനെ വിളി. പോലീസിനെ ഒന്നും വിളിക്കണ്ട. ഇല്ല ഞാൻ പോലീസിനെ വിളിക്കാൻ പോവുക തന്നെ. ഈ കായികം ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങള് 15 പേരെ കൊണ്ടിട്ടിരുന്നു കുറെ വർഷമായിട്ട്. അതിലിപ്പോൾ 5 പേരേ ഉള്ളൂ. കുറെ എണ്ണം ചാടിപ്പോയി. ഞങ്ങളെ പേരും പറഞ്ഞ് ഓരോരുത്തരിൽ നിന്ന് പൈസ പിരിച്ച് അവർ വീട്ടിൽ കൊണ്ടുപോകണല്ലാതെ ഞങ്ങൾക്ക് ഒരു തുള്ളി വെള്ളമോ കുറച്ച് ആഹാരമോ ഇന്നലെ തന്നിട്ടില്ല. എത്രയും വേഗം കൊണ്ടുവന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയെടുക്കണം. ഞങ്ങളെ നല്ല സ്ഥലത്ത് കൊണ്ടെത്തിക്കണം. ഇവരെ അറസ്റ്റ് ചെയ്യണം. എൻ്റെ പൊന്നു സാറേ, എന്തെങ്കിലും ചെയ്യണേ സാറേ. ഇത് പറഞ്ഞു ചേച്ചി അയാളുടെ അവരുടെ പൈസ വാങ്ങിക്കാം നമുക്ക്. ഞാൻ ചേച്ചിക്ക് 1 ലക്ഷം രൂപ തരാം. ചേച്ചി ആരും അറിയൂല. ഇപ്പൊ നമുക്കും ജീവിക്കണ്ടേ ചേച്ചി? ഇതിന്റെ പേരിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. ഇവരിങ്ങനെയൊക്കെ പറയും. നമുക്കിപ്പോ എന്താ? അയ്യോ
പോലീസ് മുമ്പോട്ട് അടിച്ചു തല്ലി കൊല്ലുന്നേ ഇതിനാ. ഇതെന്തിനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടിട്ടേക്കണത്? ഇത്രയും നാൾ ഞങ്ങളെ കാണാൻ വരാതെ ഒരു സുപ്രഭാതത്തിൽ കയറി വന്ന് എല്ലാം നിങ്ങളാണെന്ന് പറഞ്ഞ് അതിനെ പറ്റിക്കായിരുന്നല്ലേ. ഇപ്പോഴല്ലേ അവർ ഓരോ കഥ പറയണത്. അമേരിക്കക്കാരിൽ പൈസ 3 ലക്ഷം രൂപ 4 ലക്ഷം വാങ്ങിക്കാൻ വിചാരിച്ചല്ലേ? പറ, സത്യാവസ്ഥ ഇപ്പം പറഞ്ഞു വേണം. സത്യാവസ്ഥയെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് വരാം. മോള് നേരെ ഓ ഞാൻ വിളിച്ച് ഇവിടെ വരുത്തിയതാ. ഇന്നതുപോലെ ആര് മോളെ വിളിച്ചു വരുത്തിയത്? ആര്? ഈ കുഞ്ഞു വിളിച്ച് വരുത്തിയതാ. അത് കുഞ്ഞോ? അത് ഞാനാണോ? ഞാൻ ട്രെയിനിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അല്ല നിക്കേ, അവിടെ വെച്ച് ഞാൻ ചോദിച്ചപ്പോ വേറെ വർക്കൊന്നും ചെയ്യുന്നില്ല എന്നല്ലേ പറഞ്ഞത്? അടുത്ത് പറഞ്ഞ എന്താ എനിക്ക് അവരും പറഞ്ഞതെന്നും എൻ്റെ അടുത്ത് പറഞ്ഞത്, നിങ്ങൾ അത്രയും ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ഇത് അവർ പറയുമ്പോൾ എനിക്ക് പറ്റത്തില്ല എന്നാണോ പറയേണ്ടത്? ഇപ്പൊ മാഡത്തിനെ ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ വീട്ടിലേക്ക് വിളിക്കുക. വിളിച്ചിട്ട് ഞങ്ങൾക്ക് ഒരു സ്ഥലം വരെ പോകണം, ഞാൻ ഇന്നതുപോലെ വർക്ക് ചെയ്യുന്ന എന്ന് ഒരു സ്ഥാപനത്തില്. അപ്പൊ നിങ്ങൾ ഈ സ്ഥാപനം കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനു മുന്നേ? ഇല്ല, കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാ നിങ്ങൾ അപ്പൊ അത്രയും കള്ളത്തരം പറയണമെങ്കിൽ നിങ്ങൾ അങ്ങനെ കള്ളത്തരത്തെ അവരുടെ കൂടെ നിന്നിട്ടല്ലേ? നിങ്ങൾ എനിക്കിതൊന്നും കേൾക്കണ്ട. ഞാൻ ഡ്രൈവിംഗ് സ്കൂൾ വർക്ക് ചെയ്യുന്ന ഒരു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ഏത് സ്കൂളിൽ വേണോ വർക്ക് ചെയ്തോ? എന്നിട്ടാണോ ഇത്രയും കള്ളത്തരം പറഞ്ഞത്? നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ വർക്ക് കേട്ടപ്പോഴല്ലേ ഇവിടെ ഇങ്ങനെയൊക്കെയാണെന്ന് എന്നെ പറഞ്ഞു. ഞാനാ പഠിപ്പിച്ചതാണോ? സത്യം പറഞ്ഞോ? അല്ല ഞാൻ പറഞ്ഞൊന്നും പഠിപ്പിച്ചില്ല. സാധാരണ നമ്മൾ രണ്ടുപേരും കൂടെ തന്നെ. ആദ്യമായിട്ട് കാണും. അല്ല സാധാരണ നിങ്ങൾ എന്ത് നാടകമാണ് ഇപ്പോഴത്തെ ഈ കാലത്തൊക്കെ? ഇങ്ങനത്തെ കുറെ എണ്ണം ഉണ്ട്. മാഡം, ആ കൊച്ചിനെ കൊണ്ട് അകത്ത് പോയാണ്. ഞാൻ പോയാണ് ഇത്രയും ആൾക്കാരെ ഇവിടെ കൊണ്ടിട്ടേച്ച് ഈ ചാരിറ്റിയാന്ന് പറഞ്ഞ് ഇപ്പൊ മാഡത്തിന് 2 ലക്ഷം രൂപ. ശരി ഞാൻ കൂട്ട് നിക്കത്തില്ല. ഞാൻ ഇവിടെ വന്നില്ല എന്ന് വെച്ചോ. ഞാൻ പറയണം, എനിക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? ആ മീറ്റിംഗിന് ഞാൻ പോകണം. നിങ്ങൾക്ക് ആ ഫണ്ട് 2 ലക്ഷം രൂപ ഞാൻ എന്റെ വീട്ടിൽ വരുത്തി നിങ്ങളെ കൈ തന്നിരുന്നെങ്കിൽ അപ്പോഴേ എന്നിട്ട് ബാലൻസ് ഫണ്ട് നിങ്ങൾക്ക് ഞാൻ പിന്നെ ഇട്ട് തരത്തില്ലായിരുന്നു. തരാതിരുന്നത് എന്റെ ഭാഗ്യമെന്ന് ഞാൻ പറയുന്നു. ഭാഗ്യവും സൗഭാഗ്യവും ഒന്നും പറഞ്ഞൊന്നും ഇരിക്കണ്ട. അപ്പം ആ കൊച്ചാണ് മോളെ പറ്റിച്ചേക്കണം. മോള് പിടിച്ച് കെട്ടി ഇവിടെ വന്ന് പോലീസ് വരുമ്പോൾ കൃത്യമായിട്ട് പറയണം, ഞങ്ങൾ കൂടെ നിൽക്കാം. പക്ഷെ മോള് നമ്മുടെ കൂടെ നിൽക്കണം. പറഞ്ഞു മനസ്സിലായോ? പോലീസ് ഇപ്പൊ വരും. ഇപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് നില്ല്. നിന്നെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പൊ പോലീസിനെയൊക്കെ വിളിച്ച് വരുത്തിയ ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇപ്പൊ നൈസായിട്ട് നമുക്ക് ഊരാനേ പറ്റുള്ളൂ. ഇത് അവരെ പറഞ്ഞൊന്ന് സമാധാനപ്പെടുത്തിയാൽ മതി. ഇപ്പൊ തീരും, പ്രശ്നമില്ല. ഇല്ലെങ്കിൽ എനിക്ക് പറയേണ്ടി വരും, ചേച്ചിയും കൂടെ നിൽക്കാനെന്നോ എനിക്ക് പറയേണ്ടി വരും പോലീസ് വരുമ്പോ. അതെങ്ങനെ പറയും മോളെ? ഞാൻ പറയും. എന്തുകൊണ്ട് തെളിവ്? ഞാനും മോളും കൂടെ ഇത് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവ് ഇപ്പൊ അവര് പറയല്ലേ ഓണം. അവര് പറയുന്നു. വേറെ എന്തുണ്ട് തെളിവ്? തെളിവ് എന്തെങ്കിലും കാണിക്കും. വേറെ എന്തെങ്കിലും തെളിവുണ്ടോ? എന്തെങ്കിലും കാണിക്കും. എന്തോ കാണിക്കും? എന്തെങ്കിലും ഞാൻ പറയും അവരടുത്ത്. ഞാൻ പോലീസിന്റെ അടുത്തും പറയും എനിക്കൊന്നും അറിഞ്ഞുകൂടാന്ന് ഞാൻ പറയും. മോള് ഈ ഒരു വിവരം ഇങ്ങനെ ഒരു ചാരിറ്റി മോൾ നടത്തുന്നു അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു എങ്കിൽ എന്താണ്? മോളത് നടത്തുന്ന ഒരാളായത് കൊണ്ടല്ലേ ഞാൻ അതിന് കിട്ടട്ടെ. അപ്പൊ അത് നിങ്ങൾക്ക് ആരുടെയെങ്കിലും കൈ കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്ന് പറഞ്ഞ അതിന് ഒത്താശ നിന്നത്. ഒരൊറ്റ തെളിവെന്ന് വെച്ചാൽ ഈ മാഡത്തിന്റെ അടുത്ത് ചെന്ന എല്ലാ കഥയും മാഡം ചേച്ചിയല്ലേ പറഞ്ഞത്? ഞാനാണോ പറഞ്ഞത്? എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ? ഇതെന്താണ് മോള് ഈ പൈസ മേടിച്ച് എന്ത് ചെയ്യാണ്? എനിക്ക് ആവശ്യങ്ങളുണ്ടല്ലോ. ഞാൻ മോടെ ആവശ്യമാണോ നടത്തണ്ടേ? ഇവരുടെ ആവശ്യം കഴിഞ്ഞിട്ടല്ലേ മോടെ ആവശ്യം നടത്തുള്ളൂ. എനിക്കും ജീവിക്കണ്ടേ? ഞാൻ ചേച്ചിക്ക് വാങ്ങിച്ചു തരാം. ഇത് എനിക്ക് വേണ്ട. ഞാൻ ജോലി ചെയ്താ ജീവിക്കുന്നേ. ഞാൻ എന്താ ജീവിക്കുന്നേ? ഞാൻ രാപകല് കഷ്ടപ്പെട്ടിട്ടാ ഞാൻ ജീവിക്കുന്നത്. എന്നെ ഈ ഇത്തരത്തിലേക്ക് കൊടുക്കാനായിരുന്നു വിളിച്ചത്. കൊടുക്കാനല്ല ചേച്ചി, ഇത് ആരും അറിയാൻ പോണില്ല. ഇപ്പൊ ഞാൻ ചേച്ചിയുടെ അക്കൗണ്ടിൽ തന്നെ വാങ്ങിച്ചിട്ട് ഇവർ ഇത്രയും ഭക്ഷണം കഴിക്കാതെ എത്ര ദിവസം കൊണ്ട് കിടക്കുമായിരിക്കും? അതൊക്കെ അവര് പറയണതല്ലേ. കഴിഞ്ഞ ആഴ്ച ഫുഡ് കൊണ്ട് കൊടുത്തത്. കഴിഞ്ഞ ആഴ്ച കൊടുത്താ മതിയോ? ഡെയിലി കൊടുക്കണ്ടേ നമ്മള്? ഇവര് ഫുഡ് അങ്ങനെ കഴിക്കൊന്നുമില്ല. ഇതാ കണ്ട, ഇത്ര കഴിക്കൊന്നുമില്ല. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഡെയിലി നമ്മൾ ഫുഡ് കഴിക്കണ്ടേ? എനിക്ക് സമയമില്ലായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഫണ്ടറിനെ കിട്ടിയത്. അതുകൊണ്ടാണ്. മോളെ എവിടെയാ? മോള് ആരുടെ കൂടെ ജീവിക്കുന്നത്? അച്ഛനും അമ്മയും മിത്രങ്ങളും അത് അവരെ നോക്കണ്ടേ? പിന്നെ എനിക്ക് നോക്കണോ? അവരെ നോക്കുന്നതിൽ ഒരു തുള്ളി വെള്ളം ഡെയിലി ഏതെങ്കിലും ഒരു സ്നാക്സോ കാര്യങ്ങളോ മോടെ കൈ കിട്ടുന്ന അനുസരിച്ച് ഇവർക്ക് ഡെയിലി കൊടുക്കാൻ. കൈ കിട്ടിയ എന്റെ ചെലവ് തീരണ്ടേ? ഞാൻ പറഞ്ഞത് ഇത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് വിട്ടാ നമുക്കിത് രണ്ടുപേർക്കും ഒരുമിച്ച് എടുക്കാം. മോളെ ഇത് നീചമായ പ്രവൃത്തിയാ മോള് കാണിക്കുന്നത്. എന്ത് നീചമായ പ്രവൃത്തിയാണ്? നമുക്ക് ആവശ്യങ്ങളില്ലേ? എനിക്ക് പറഞ്ഞ അച്ഛനും അമ്മ എനിക്കും ഇല്ലേ? വിശക്കുന്ന വയറിനെ മോൾ എങ്ങനെ സോൾവ് ചെയ്യും? പറ, അതിനൊരു സൊല്യൂഷൻ കണ്ടോ? പൈസ കിട്ടിയാ പോരെ ജീവിക്കാൻ? അത് നമുക്ക് ഈ മാഡത്തിന്റെ എങ്ങനെയെങ്കിലും വാങ്ങിക്കാം.
എന്നിട്ട് ചേച്ചി നമുക്ക് രണ്ടുപേർ കൂടെ എടുക്കാം, ചേച്ചി അത് മനസ്സിലാക്ക് പറയണത്. മോളപ്പ ഈ വെള്ളം കുടിക്കാതെ കിടക്കുന്ന മനുഷ്യനെ വഞ്ചിക്കരുത്. എന്തോന്നായിരുന്നു പ്ലാൻ? നിങ്ങൾ രണ്ടുപേരും പ്ലാൻ സത്യാവസ്ഥ പറഞ്ഞു. സാധാരണ മാഡം ഇങ്ങനെ എന്നെ വിളിച്ചോണ്ട് ഇതേപോലെ പൈസ ഉള്ളവരുടെ അടുത്ത് പോവും, എന്നിട്ട് പോയിട്ട് മാഡത്തിന്റെ അക്കൗണ്ടിൽ പൈസ വാങ്ങി. റീസെന്റ് എന്തെങ്കിലും ഫണ്ട് എടുത്തിട്ടുണ്ടോ നിങ്ങൾ? എവിടെന്നെങ്കിലും കളക്ട് ചെയ്തിട്ടുണ്ടോ? ചാരിറ്റിയുടെ പേര് പറഞ്ഞ് 2 ആഴ്ച മുമ്പ് ക്യാഷ് ആയിട്ട് മാഡം കൈ വാങ്ങി ഒരു 5 ലക്ഷത്തിന്. അതിന് എനിക്ക് പൈസ ഒന്നും തരൂല, പക്ഷെ ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ആഹാരം അങ്ങനെയൊക്കെ വാങ്ങിച്ചു തരും. നിങ്ങളുടെ അവസ്ഥ കണ്ടപ്പോ എന്റെ വായിന്നൊന്നും വരാൻ ചതിക്ക് കൂട്ടുനിന്ന ഇതിപ്പം ഇവളുടെ ചതിക്ക് ഞാൻ അല്ലല്ല, ഈ ചതിക്ക് എന്നെ കരുവാക്കി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്ന ഇപ്പൊ വിശ്വസിക്കണോ ഈ പെൺകുട്ടി പറയുന്നത്? ഞാൻ പറയുന്നത് വിശ്വസിക്കണം. മനസാക്ഷിയുള്ള ഒരാൾ ഈ കൂട്ടി വരുമോ? കൂടി നിൽക്കൂല. മോള് പൊക്കം എല്ലാം പറഞ്ഞത് ഞാൻ സോറി കേട്ടാ. എനിക്കറിയത്തില്ല പക്ഷേ പോലീസിനെ പിടിച്ച് നമുക്ക് ഞാനും ഇതിലിപ്പോ പെട്ടിരിക്കുകയാണ്. മാഡം അതാ മാഡത്തിനെ കുരുക്കിയ ഇവളെ വിടാൻ പാടില്ല. അങ്ങനെ ഞാൻ ഈ പറഞ്ഞ കണക്ക് എനിക്ക് ഒന്നും അറിയത്തില്ല. നിങ്ങൾ രണ്ടുപേരൂടെയാണ് എന്നെ കൊണ്ടുവന്നത്. ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് ഈ കൊച്ചു എന്റെ മുഖത്ത് നോക്കി പറയട്ടെ. ഇവരുടെ പൈസ മേടിച്ച് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുന്നു അതിന് പറയട്ടെ. നിങ്ങൾ അവർ ആ കൊച്ചിന് തുണിയൊക്കെ വലിച്ചു ഞാൻ കൊടുക്കത്തില്ലേ? പോലീസ് വരാതെ ഇവിടെ ഞാൻ വിടില്ല. പോലീസ് വരണം. എനിക്ക് പോകണ്ട. എനിക്കൊരു മോളെ ഉള്ളൂ, +2 പഠിക്കുന്ന മോളെ. എനിക്ക് പോകണ്ട. എനിക്കൊരു ഭർത്താവ്. ഇല്ല, ഊരിയിട്ടില്ല. ഇവിടെ ഇരിക്കും മോള്, ഇവിടെ ഇരിക്കും. മോളൊന്ന് വിളിക്കാനുള്ള ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒരു മനസാക്ഷി വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സത്യസന്ധമുള്ള ആളല്ലേ? നെഞ്ചത്തടിച്ച് പറ സത്യസന്ധമാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയുന്നത്. സത്യസന്ധമായിട്ടാണ് എന്റെ മാഡത്തിനാണ് സത്യസന്ധമായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ മാഡം ഇനി ഒരിക്കലും ഇങ്ങനെ ചാരിറ്റി എന്ന് പറഞ്ഞ് വരുമ്പോ അറിഞ്ഞ് ചെയ്യരുത്. മാഡം ഇപ്പൊ ഈ പറഞ്ഞത് വളരെ സത്യസന്ധമായിട്ടാണ് കാണിച്ചത്. കാരണം വന്നു, പ്രവൃത്തി കണ്ടു മനസ്സിലാക്കി ഇവർക്ക് പൈസ കൊടുക്കാൻ ചെയ്ത് ഏറ്റവും എന്ത് ചെയ്ത് ഉപകാരമാണ്. അല്ലെങ്കിൽ ഇവരെത്ര ദിവസം കൊണ്ട് പട്ടിണിയാണെന്നാ പറയുന്നത്. അതെ. അപ്പൊ നിങ്ങളിപ്പോ അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കോ? പട്ടിണി ആയി കിടക്കുന്ന ഇവർക്ക് ഫുഡ് മേടിച്ചു ഈ കയ്യിലിരിക്കുന്ന ഈ പൈസ കൊണ്ട് ഇവർക്ക് എന്ത് വേണമെങ്കിലും ഞാൻ എന്ത് ചെയ്യാം? കൊടുക്കാം. അവരെ സത്യസന്ധമായിട്ട് എന്റെ പൈസ വലിച്ചിടവളാ. ഇവിടെ ഇരിക്കും മാഡം. ഇവിടെ എന്നെ ചെക്ക് ചെയ്തു. മൊബൈല് ചെക്ക് ചെയ്തു. അപ്പൊ ഇത് 402 ഇങ്ങോട്ട് മാറൂ. ഒരു 10 രൂപയും കൂടെ ഉണ്ട്. കൊടുത്തു. അപ്പൊ 400. എന്റെ സന്തോഷത്തിന് ഞാൻ ഇവർക്ക് കൊടുത്തിരുന്നു. അല്ല, എനിക്ക് ഒരു മോളുണ്ട്. എന്റെ ഒരു മോള് സത്യം ഞാൻ ഇന്നേ വരെ കള്ളം ചെയ്ത് ജീവിച്ചിട്ടില്ല. കണ്ടോ എന്റെ ബാലൻസ് നോക്കി 358 രൂപ. അപ്പൊ ഞാൻ ഇനിയിപ്പോ എന്താണ് വേണ്ടത്? എനിക്കറിയില്ല. ഈ പൈസ പെണ്ണിനോട് ചോദിക്കും. എന്തോന്ന് ചോദിക്കണം? ഞാൻ ഈ പെണ്ണിനോട് നിങ്ങൾ കാണിക്കരുതെന്ന് നിങ്ങളല്ലേ അങ്ങനെ സമൂഹത്തോട് ചെയ്യേണ്ട എന്താണ്? നന്മയാ ചെയ്യേണ്ടത്. മോള് ഓരോരുത്തർ തരുന്ന കാശിന് ഇവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് നീ എന്തെങ്കിലും അതിൽ നിന്ന് എടുക്കാവുള്ളൂ. പറഞ്ഞു കൊടുക്കുന്നു. അല്ല, എന്തെങ്കിലും ഇവർക്ക് ഇങ്ങനെ നടക്കുന്ന പ്രവൃത്തിക്ക് എന്തെങ്കിലും ഒരു കൂലി വേണമല്ലോ. ഇവർക്ക് വേറെ വരുമാനം ചിലപ്പം കാണില്ല. കൊച്ചു പെണ്ണല്ലേ? അങ്ങനെയാണെങ്കിൽ 500 രൂപ ഇവിടെ ചെലവിന് എന്ത് ചെയ്യണം? എടുക്കണം. ബാക്കി ഇവർക്ക് സ്വരുക്കൂട്ടി വെച്ചിരുന്ന് ഇവരുടെ ജീവിത കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇതെന്താണെന്നറിയാമോ? ഇത് കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാമായിരുന്നു. നിങ്ങളെ സഹോദരിയല്ലേ? അറിയോ? അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസാണ്.
മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിങ്കര നൽകുന്ന സമ്മാനം.